പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു രസമാണ്. പനിക്കൂർക്കയില വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ രസം. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ പനിക്കൂർക്ക അത് വെച്ചിട്ട് നമുക്കൊരു രസം ഉണ്ടാകും. ആദ്യം ഒരു പാത്രത്തിലേക്ക് 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു കഷ്ണം കായം, 1/2 സ്പൂൺ കുരുമുളക് പൊടി, നമ്മളുടെ ആവശ്യത്തിന് അതനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. പിന്നെ 1 സ്പൂൺ സാമ്പാർ പൊടി, ഒരു ടൊമാറ്റോയുടെ നടുഭാഗത്തുള്ള വിതയെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു കഷ്ണം ശർക്കര, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പുളി പിഴിഞ്ഞ വീട് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു 3 സ്പൂൺ പുളി പിഴിഞ്ഞത് ഇതിലേക്ക് വെച്ചു. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 20 മിനിറ്റ് നന്നായിട്ട് വറ്റിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും രസത്തിൻ്റെ സ്വാദ് കിട്ടുക. കുരുമുളകിൻ്റെ ആ ചൂടും ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഫ്ലേവറോട് കൂടി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് ഇവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ കുരുമുളകിൻ്റെ മണമൊക്കെ പോയി നന്നായി വറ്റിക്കഴിഞ്ഞു. വേണ്ട, ഇപ്പോൾ തന്നെ വേണ്ട. ഇതിൻ്റെ 1/4 ഭാഗമാണ്. നമ്മൾ 3/4 ലിറ്റർ ഞാൻ വെള്ളം വെച്ചിരുന്നതാണ്. ഇത് വറ്റി ഒരു 1/4 ഭാഗമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം തോരൻ പരിപ്പ് നന്നായി കുക്കറിൽ വേവിച്ചെടുത്താണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര രസം വേണോ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് നന്നായി തിളക്കട്ടെ. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ച് ജീരകവും കടുവും കൂടെ കടുവറുത്ത് ഇതിലേക്ക് ഇടും. ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കടുകും ജീരകവും അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തു. അപ്പോൾ രസം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ പനിക്കൂർക്കയില, നവരയില എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തർ ഓരോ പേരാണ് പറയുക. ഈ ഇല ഇങ്ങനെ തന്നെ നമുക്ക് രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. നവരയില രസം തയ്യാറായി കഴിഞ്ഞു. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.